ട്രെയിൻ കൂട്ടിയിടി തടയുന്ന കവചിന്റെ വിവരം തേടി സുപ്രീം കോടതി. എത്ര ട്രെയിനുകളിൽ കവച് ഏർപ്പെടുത്തിയെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതി നടപടി. ഒഡീഷയിലെ ബാലസോറിലുണ്ടായ ട്രെയിൻ അപകടത്തിന് ശേഷം സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുമ്പോഴാണ് കവചവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സുപ്രീം കോടതി തേടിയത്. ട്രെയിൻ കൂട്ടിയിടി തടയുന്ന സംവിധാനമായ കവച് ഇല്ലാത്തതിനാലാണ് ബാലസോറിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചത്. അതിനാൽ തന്നെ രാജ്യത്ത് ട്രെയിൻ അപകടങ്ങൾ തടയുന്നതിന് കേന്ദ്ര സർക്കാരും റെയിൽവേ മന്ത്രാലയവും വലിയ അലംഭാവമാണ് കാണിക്കുന്നതെന്ന് വിശാൽ തിവാരി സുപ്രീം കോടതിയെ ബോധിപ്പിച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി കവചിന്റെ വിശദാംശങ്ങൾ തേടിയത്. നിലവിൽ എത്ര ട്രെയിനുകളിലാണ് കവച് സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഇത് സ്ഥാപിക്കുന്നതിൽ എന്താണ് ഇത്ര വിമുഖതയെന്നും കോടതി ചോദിച്ചു. ജൂൺ 2-നാണ് രാജ്യത്തെ നടുക്കിയ ട്രെയിൻ ദുരന്തമുണ്ടായത്. ബാലസോറിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ 297 പേരാണ് മരിച്ചത്. 287 പേർ സംഭവസ്ഥലത്തും ബാക്കിയുള്ളവർ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടയിലുമാണ് മരിച്ചത്. 1208 പേർക്ക് പരിക്കേറ്റു. ഷാലിമാർ, ചെന്നൈ സെൻട്രൽ, കോറോമാൻഡൽ എക്സ്പ്രസ്, ബംഗളൂരു ഹൗറ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്, ഗുഡ്സ് ട്രെയിൻ എന്നിവയാണ് കൂട്ടിയിടിച്ചത്. ജൂൺ 6-നാണ് അന്വേഷണം CBIക്ക് കൈമാറിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.